ഈ വീഡിയോയിൽ അല്പം കെമിസ്ട്രിയാണ് പരിചയപ്പെടുത്തുന്നത്. രസവാത വിദ്യ മെർക്കുറി പ്രിപ്പറേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനാവശ്യമായ രസത്തിൻ്റെ പാഷാണങ്ങൾ നമ്മളിതുപോലെ അരച്ചെടുക്കണം. നല്ല പൗഡറാക്കി എടുക്കണം. ലേശം പണിയുള്ള വിദ്യയാണ്. അതുപോലെ തന്നെ ആ പാഷാണങ്ങൾ നമ്മൾ സ്ഫുടം കൊടുക്കണം. മൂടി വരട്ടിയിൽ വെച്ച് സ്ഫുടം വയ്ക്കുന്നു. സ്ഫുടം വയ്ക്കുന്നതാണ് ഈ കാണുന്നത്. കവേർഡാണ്, ഫുള്ളി കവേർഡാണ്. വിറകടുപ്പിൽ വെച്ച് നമ്മൾ ചെയ്യുന്നു. സ്ഫുടം വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ സ്ഫുടം വെച്ച് ഒരു മെർക്കുറി വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മൂടി വരട്ടിയുടെ മുകൾ ഭാഗം നമ്മൾ അടർത്തി മാറ്റുന്നു. സീൽ നിന്ന് എടുത്ത് ആറിയതിന് ശേഷം അടർത്തി മാറ്റുന്നു. മെർക്കുറി കളക്ട് ചെയ്യാം. മെർക്കുറി എന്ന് പറഞ്ഞ ലോഹമാണ്, ദ്രാവക രൂപത്തിലുള്ള ലോഹം. മെർക്കുറി ഒരു ബ്രഷ് വെച്ച് നമുക്ക് തൂത്തുകൂട്ടാവുന്നതാണ്. സിദ്ധവൈദ്യമാണ്. ഇതുകൊണ്ട് ഈ രസം വെച്ച് അല്ലെങ്കിൽ ഈ മെർക്കുറി വെച്ച് നമുക്ക് മണി കെട്ടാം. ഈ ഒഴുകി നടക്കുന്ന ഈ പരുവം മാറ്റി നമുക്കൊരു പക്ക മെറ്റലാക്കാം. അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ചെയ്യാം. പിന്നെ ശുദ്ധി ചെയ്യണം. വിഷമുണ്ട്, അത് ശുദ്ധി ചെയ്ത് വേണം ഉപയോഗിക്കാൻ. രസശുദ്ധി എന്ന് പറയും. രസം ശുദ്ധി ചെയ്യണം. അപ്പോൾ തൂത്തുകൂട്ടി അതിനോടുകൂടെ കരിയും ചാരവും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് രസം തന്നെ വേർതിരിച്ചെടുക്കണം. ഇതിന് ശുദ്ധി ചെയ്തെടുക്കുന്ന അടുത്ത പ്രോസസ്സുണ്ട്. അത് അടുത്ത വീഡിയോസിലൂടെ കാണിച്ചു തരാം. ശുദ്ധജലത്തിൽ ഒന്നുകൂടെ അരച്ചെടുക്കാം. അത് അരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് വീണ്ടും കാണിക്കുന്നത്. അതിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ശുദ്ധമായ രസം, പ്യുവർ മെർക്കുറി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ വചസ്പതീസ് ആയുർവേദിക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒത്തിരി മെഡിസിനെ കുറിച്ച് ഇടാം, വീഡിയോസ് ചെയ്യാം. ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. പ്യുവർ മെർക്കുറി കിട്ടി. ശുദ്ധിക്രമമാണ് ഇനി കാണിക്കുന്നത്. ഓരോ മൂലികകളിൽ നമുക്ക് ശുദ്ധി ചെയ്യാം. അരയ്ക്കുക, വീണ്ടും പിഴിഞ്ഞരിച്ചെടുക്കുക, വീണ്ടും അരയ്ക്കുക, അങ്ങനെ. മണിക്കൂറുകൾ അരയ്ക്കണം, എങ്കിലേ രസം ശുദ്ധിയാകത്തുള്ളൂ. അടുത്തൊരു മൂലികച്ചാറിൽ അരയ്ക്കുന്നു.
വീണ്ടും അടുത്തൊരു മൂലികയിൽ അരയ്ക്കുന്നു. മൂലികയുടെ ചൂർണ്ണമാണ്. ഇതുപോലെ അരയ്ക്കുന്നു. രസശുദ്ധിയാണ് കാണിക്കുന്നത്. മർക്കുറി ശുദ്ധി എന്ന വിധമാണ് കാണിക്കുന്നത്. ഒടുവിൽ വെള്ളത്തിൽ കഴുകി വീണ്ടും അരച്ചെടുത്ത് ഇതുപോലെ മെർക്കുറിയായിട്ട് എടുക്കും. ഇതാണ് ഇനി മണി കെട്ടുന്നത്. ഈ മെർക്കുറിയാണ് ഇനി മണി കെട്ടുന്നത്. അത് അടുത്ത വീഡിയോയിലിടാം.